ഹായ് സുഹൃത്തുക്കളെ, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഇന്റർസാറ്റ് 17 66 ഡിഗ്രിയിൽ നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ട് എത്ര ചാനൽ കിട്ടുന്നു എന്നുള്ളതാണ്. അപ്പം നമുക്ക് ഒരു ചാനൽ പുതിയതായിട്ട് ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ട്. എത്ര ദിവസത്തേക്കാണെന്ന് അറിയത്തില്ല, എന്നാലും നമ്മുടെ ഇഷ്ടപ്പെട്ട ഒരു ചാനലാണ്. അപ്പോൾ ആ ചാനൽ നമുക്ക് ഇതിനോടൊപ്പം കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മലയാളം ചാനലുകൾ എത്ര എണ്ണം നമുക്ക് സൗജന്യമായിട്ട് കിട്ടുന്നു എന്നുള്ളതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. അപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേഷൻസ്. അപ്പോൾ എൻ്റെ പുതിയ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോ പൂർണ്ണമായിട്ട് കാണാം. അപ്പോൾ ഞാൻ ഈ സ്ക്രീനിനകത്ത് ഓരോ ചാനലും ഇവിടെ ഓരോന്നിൻ്റെ പേരുകളും കാര്യങ്ങളും ഒക്കെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓരോന്നോരോന്നായിട്ട് പറയാം. ഇപ്പോൾ ഇത് ഒന്നാമത്തെ ചാനലാണ്. നമുക്ക് ഏഷ്യാനെറ്റ് ന്യൂസ് ആണ് നമുക്ക് ഈ ഒരു ചാനൽ ഇത് സൗജന്യമായിട്ട് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അടുത്ത നമുക്ക് 24 ന്യൂസ്. ഇത് മാതൃഭൂമി ന്യൂസ്. ഇത് സ്ക്രാമ്പിളോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല. 5G എഫക്റ്റ് ചെയ്യുന്ന സ്ഥലത്ത് 5G ഫിൽറ്റർ എല്ലാം വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ ചാനൽസൊക്കെ നമുക്ക് കാണുന്നുണ്ട്. മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല. ഇവിടെ ഇപ്പോൾ എനിക്ക് 5G ഫിൽറ്ററിൻ്റെ ആവശ്യം വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാൻ സാധാരണ നോർമൽ 1 KB സൊല്യൂഷൻ LMBകളൊക്കെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിപ്പോൾ ഇന്റൽസാറ്റ് 17 66 ഡിഗ്രി, അതായത് ക്ലാമ്പ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അതുകൊണ്ട് സിഗ്നൽ പെർസെൻറ്റേജ് അല്പം കുറവായിരിക്കും. എന്നാലും എനിക്ക് വെട്ടലോ ഫ്രീസിങ്ങോ മറ്റു കാര്യങ്ങളോ ഒന്നും ഇതിനകത്ത് ഇല്ല. അപ്പോൾ ഞാൻ ക്ലാമ്പ് ചെയ്ത് വെച്ചിരിക്കുന്നതുകൊണ്ട് എനിക്ക് സിഗ്നൽ 60 63 അങ്ങനെ ഒരു പെർസെൻറ്റേജിലായിരിക്കും എനിക്ക് സിഗ്നൽ ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ഇത് രണ്ടാമത്തെ ചാനൽ നമുക്ക് 24 ന്യൂസ് കഴിഞ്ഞു. മൂന്നാമത്തെ ചാനൽ നമ്മൾ മാതൃഭൂമി കണ്ടു. അടുത്ത വന്നിട്ട് നമുക്ക് റിപ്പോർട്ടർ ന്യൂസ്. ഇത് നമ്മുടെ റിപ്പോർട്ടർ ചാനലാണ്. ഒരു ഫ്രീസിങ്ങോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല. നല്ല ഡയറക്റ്റ് ആയിട്ട് നല്ല ക്ലാരിറ്റി തന്നെ കാണാനായിട്ട് വെക്കുന്നുണ്ട്. അടുത്ത നമുക്ക് ന്യൂസ് മലയാളം. നമ്മുടെ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന ന്യൂസ് മലയാളം ചാനലുണ്ടല്ലോ, ആ ഒരു ചാനലാണ് ഇത്. കേട്ടോ, പെട്ടല്ലോ മറ്റു കാര്യങ്ങളൊന്നും ഇല്ലേ. അടുത്ത നമ്മുടെ കൈരളി ന്യൂസ്. ഇതൊക്കെ എന്ന് പറയുന്നത് നല്ല സെക്കൻഡ് പെർസെൻറ്റേജ് ഉള്ള ചാനൽസാണ് ഈ കൈരളി ന്യൂസ്. നമ്മൾ എപ്പോഴും സി ബാൻഡ് ട്യൂൺ ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ ഇതുപോലെ ഈ കൈരളിയുടെ TP ഒക്കെ എടുത്തിട്ടാണ് ട്യൂൺ ചെയ്യാറുള്ളത്. കാരണം പെട്ടെന്ന് സിഗ്നൽ ക്യാച്ച് ചെയ്യും. അതിനുശേഷമേ നമ്മൾ ഏഷ്യാനെറ്റിൻ്റെ TPയിലേക്ക് നമ്മൾ ആ ഒരു LMB ടേൺ ചെയ്ത് എടുക്കാറുള്ളൂ. അപ്പം ഇത് കൈരളി ന്യൂസ്. അടുത്ത നമ്മുടെ ജനം ന്യൂസ്. ഇതെല്ലാം ഫ്രീ ടു എയർ ആയിട്ട് നമുക്ക് കിട്ടുന്ന ചാനൽസ് മാത്രമാണ് എൻ്റെ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. അല്ലാതെ നമ്മൾ പേ ചാനലായിട്ടുള്ളതോ മറ്റു കാര്യങ്ങളോ ഒന്നും നമ്മുടെ ഈ വീഡിയോയിൽ ഒന്നും കാണിക്കാറില്ല. എല്ലാം ഫ്രീ ആയിട്ട് കിട്ടുന്ന ആ ഒരു ചാനൽസ്. അടുത്ത നമുക്ക് ജീവൻ TV. ഇതിനകത്ത് ന്യൂസും അതുപോലെ തന്നെ പ്രോഗ്രാംസും കാര്യങ്ങളും ഒക്കെ വരുന്ന ഒരു ചാനലാണ് നമ്മുടെ ജീവൻ TV. അടുത്തതെന്ന് പറഞ്ഞാൽ മീഡിയ വണ്ണ്. നമുക്ക് ന്യൂസ് ചാനൽ ഏറ്റവും കൂടുതൽ പ്രധാനപ്പെട്ടതിൽ മീഡിയ വണ്ണും ഉൾപ്പെടുന്നതാണ്. അമൃത TV. ഇതിനകത്ത് സിനിമകളും കോമഡികളും അങ്ങനെയുള്ള ഒരുപാട് നല്ല പ്രോഗ്രാംസ് ഒക്കെ ഇപ്പം അമൃത TVയിൽ വരുന്നുണ്ട്. അടുത്ത നമുക്ക് ജയ് ഹിന്ദ്. അടുത്ത നമ്മുടെ കൈരളി. ഇതിനകത്തെന്ന് പറഞ്ഞാൽ സിനിമകളാണെന്ന് നിങ്ങൾക്ക് പറയേണ്ട കാര്യമൊന്നുമില്ല. കംപ്ലീറ്റ് സമയങ്ങളും ഇതിനകത്ത് സിനിമയാണ്. ഫുള്ള് പഴയ സിനിമകളും ഒരുപാട് സിനിമകൾ വരുന്ന ഒരു ചാനലാണ് നമ്മുടെ കൈരളി. ഇതും പണ്ട് സ്ക്രാമ്പിൾഡ് ആയിരുന്നു, പക്ഷേ നമുക്കിത് ഓപ്പണായിട്ട് തന്നെയാണ് ഇപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അടുത്ത ബി, കൈരളിയുടെ തന്നെ ബി. ഇതിനകത്ത് നമുക്ക് സിനിമയും മ്യൂസിക്കും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ പഴയ ആ ഒരു ഓർമ്മകളൊക്കെ ഇതിനകത്ത് കിട്ടും കേട്ടോ, കൈരളി ബിക്കകത്ത്. അടുത്ത നമുക്ക് വരുന്നത് കൈരളിയുടെ തന്നെ അറേബ്യ. അപ്പോൾ ഇത് നല്ല പ്രോഗ്രാമാണ്. ഇതിനകത്ത് സിനിമയും അതുപോലെ തന്നെ മ്യൂസിക് മറ്റ് സ്റ്റേജ് പ്രോഗ്രാം മറ്റു കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വരുന്നത്. ഇത് കൈരളി അറേബ്യ. കൈരളിക്ക് മാത്രം 4 ചാനലാണ് നിലവിലിപ്പോൾ ഉള്ളത്. അടുത്ത നമുക്ക് കപ്പ TV. ഇത് മാതൃഭൂമി ന്യൂസ് അതിൻ്റെ ഒരേ TP തന്നെ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നതാണ് ഈ കപ്പ. അതിനകത്ത് മ്യൂസിക്കും മറ്റു കാര്യങ്ങളൊക്കെയാണ് കൂടുതലായിട്ടുള്ളത്. മലയാളം ഒരു മ്യൂസിക് ചാനൽ എന്ന് പറഞ്ഞാൽ കപ്പയാണ്. അടുത്ത നമുക്ക് മിഡിൽ ഈസ്റ്റ്. ഏഷ്യാനെറ്റിൻ്റെ TP തന്നെ നമുക്ക് കിട്ടുന്ന ഒരു ചാനൽസ് തന്നെയാണ് നമുക്ക് മിഡിൽ ഈസ്റ്റ്. ഇതിനകത്തും സിനിമ, സീരിയൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഏഷ്യാനെറ്റിൻ്റെ, അതായത് ഇത് മിഡിൽ ഈസ്റ്റ് അറിയാമല്ലോ, ഗൾഫിലൊക്കെ അവർക്ക് വേണ്ടിയാണ് ഉള്ളത്. ടൈമിൽ വ്യത്യാസം വരുന്നു. 1.5 മണിക്കൂറൊക്കെ ടൈമിൽ വ്യത്യാസം വരും നമ്മുടെ പ്രോഗ്രാമിൽ. ഏഷ്യാനെറ്റിൽ വരുന്ന ആ ഒരു പ്രോഗ്രാംസൊക്കെ നമുക്ക് ഇതിനകത്ത് ടൈം വ്യത്യാസത്തിൽ കാണുവാനായിട്ട് സാധിക്കും. അടുത്ത ഗുഡ്നെസ് എന്ന് പറഞ്ഞ ചാനലാണ്, ഒരു ക്രിസ്ത്യൻ ചാനൽ. അടുത്ത നമ്മുടെ മഴവിൽ മനോരമ. അതായത് ഇന്റൽസാറ്റ് 17 66 ഡിഗ്രിയിൽ കിട്ടുന്ന മനോരമ.
ഈ മനോരമ ചാനൽ ഇതിനകത്ത് തന്നെ നമ്മുടെ സീരിയലും മറ്റു കാര്യങ്ങളൊക്കെ ഇതിനകത്ത് തന്നെ വരുന്നതാണ്. 83 ഡിഗ്രിയിൽ നമുക്ക് മനോരമ ന്യൂസ്, മഴവിൽ മനോരമ ഒക്കെ കിട്ടുന്നുണ്ട്. 4ഓളം ചാനലാണ് അവരുടെ ഇതിലായിട്ട് വരുന്നത്. പക്ഷെ നമുക്ക് ഇന്റർസാറ്റ് 1766 ഡിഗ്രിയിൽ കിട്ടുന്ന ഒരു ചാനൽസ് ഈ ഒരെണ്ണം. ഇത് നമ്മുടെ ഏറ്റവും വേണ്ടപ്പെട്ട ഒരു പ്രോഗ്രാം ഒക്കെ ഉള്ളൊരു ചാനലാണ്. ഞാൻ പേര് ഇതിനകത്ത് വെളിപ്പെടുത്തുന്നില്ല, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ ഏകദേശം മനസ്സിലാവുന്നുണ്ടല്ലോ. ഇതാണ് നമുക്കിപ്പം ഓപ്പൺ ആയിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അടുത്ത ശാലോം TV. ഇത് ഒരു ക്രിസ്ത്യൻ ചാനലാണ്. അപ്പോൾ ഇത് നമ്മുടെ കൗമുദി TV. ഇതിനകത്ത് ഒരുപാട് പ്രാങ്ക്, കോമഡി അങ്ങനെയൊക്കെ ഇതിനകത്ത് വരാറുണ്ട്. നല്ല ഒരു ചാനലാണ് നമ്മുടെ കൗമുദി ചാനൽ. അടുത്ത നമുക്ക് വരുന്നത് പവർ വിഷൻ. ഇതൊരു ക്രിസ്ത്യൻ ചാനൽ തന്നെയാണ്. ഇതിനകത്ത് ക്രിസ്ത്യൻ പരിപാടിയും കാര്യങ്ങളൊക്കെ. അതുപോലെ ഹാർവസ്റ്റ് TV 24, ഇതും ഒരു ക്രിസ്ത്യൻ ചാനലും മറ്റു പ്രോഗ്രാമും ഒക്കെയാണ്. അതുപോലെ സഫാരി നമുക്ക് പറയേണ്ട കാര്യമില്ലല്ലോ. വേൾഡ് വൈഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് നമുക്ക് കാണുവാനായിട്ട്, എല്ലാ രാജ്യത്തെയും കാര്യങ്ങളും ഒക്കെ ഇതിനകത്ത് ആഡ് ചെയ്തുകൊണ്ടുള്ള പ്രോഗ്രാംസ് ഒക്കെ ഇതിനകത്ത് വരാറുണ്ട്. അടുത്ത നമ്മുടെ ദർശന TV. ഇതിനകത്ത് നല്ല പ്രോഗ്രാംസ് അത്യാവശ്യമൊക്കെ വരാറുണ്ട്, കാണുന്ന ചാനൽ തന്നെ. അപ്പോൾ അത്രയും ചാനലാണ് നമുക്ക് ഇപ്പം നിലവിൽ 25 ചാനലാണ് നമുക്ക് മലയാളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമുക്ക് തമിഴ് അങ്ങനെയുള്ള കുറേ ചാനൽസ് ഇതിനകത്ത് കിട്ടുന്നുണ്ട്. ഏകദേശം ഒരു 100ൽ പരം ചാനലാണ് നമുക്ക് ഇതിൽ ട്യൂണായിട്ട് വരുന്നത്. അപ്പോൾ അതിൽ ഏകദേശം നമുക്ക് ഹിന്ദിയും തമിഴും ഒക്കെ ആയിട്ടും കാണാനായിട്ട് ഇതിനകത്തുണ്ട്. ക്ലാമ്പ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറവായിരിക്കും ചാനൽസ് കിട്ടുന്നത്. പിന്നെ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇവിടെ ഞാൻ ചെയ്തു വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ, ക്ലാമ്പ് ചെയ്തത് നമുക്ക് മലയാളം ചാനൽ കംപ്ലീറ്റ് ആയിട്ട് എടുക്കുക എന്നുള്ളൊരു ഉദ്ദേശം. അപ്പോൾ ഓരോ TVയും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ട്യൂൺ ചെയ്ത് കൂടുതൽ സിഗ്നൽ എടുക്കുന്നതനുസരിച്ച് നമുക്ക് ചാനൽസ് കൂടുതലായിട്ട് ലഭിക്കും. ഇപ്പോൾ 100 ചില്ലാനം ചാനൽസാണ് ഇതിനകത്ത് ട്യൂൺ ചെയ്യുമ്പോൾ വരുന്നത്. പക്ഷെ നമുക്കിപ്പോൾ ഇവിടെ 25 മലയാളം ചാനൽ ഇപ്പം ഡയറക്റ്റ് ഓപ്പൺ ആയിട്ട് തന്നെ കാണുവാനായിട്ട് സാധിക്കും. അതാണ് നിങ്ങളിപ്പോൾ ഈ കണ്ടത്, എല്ലാ ചാനൽസും നമുക്ക് ഓപ്പണായിട്ട് കിട്ടുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീഡിയോ കണ്ടതിന് നന്ദി.